ഒഴിവാക്കിയാൽ വണ്ണം കുറയ്ക്കാനാകുമോ? സത്യാവസ്ഥ എന്ത്? ശരീരഭാരം കുറയ്ക്കാനുള്ള കഠിന പരിശ്രമത്തിന്റെ ഭാഗമായി മറ്റൊന്നും നോക്കാതെ പലരും അത്താഴം ഒഴിവാക്കുന്നു. രാത്രി ഭക്ഷണമാണ് വണ്ണം വെക്കുന്നതിൽ വില്ലനാകുന്നതെന്നും ഇതൊഴിവാക്കിയാൽ പകുതി വണ്ണം പോകുമെന്നും പലരും കരുതുന്നുണ്ട്. പക്ഷേ ഈ ശീലം ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. ഭക്ഷണം ഒഴിവാക്കുന്നത് പോഷകങ്ങളുടെ അഭാവത്തിനും മെറ്റബോളിസം തടസ്സപ്പെടുത്തുന്നതിനും ഇടയാക്കും. ഇത് ക്ഷീണം, ക്ഷോഭം, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയ്ക്കും കാരണമാകും. ശരീരത്തിന് വേണ്ട ഊർജത്തിന്റെ അഭാവവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ആവശ്യമായ പോഷകങ്ങൾ ഇല്ലാത്തതുമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത്താഴം ഒഴിവാക്കണോ? അത്താഴം ഒഴിവാക്കിയാൽ ശരീരം പട്ടിണിയിലാകും. ഈ അവസ്ഥയിൽ ശരീരം ഊർജം സംരക്ഷിക്കാൻ ശ്രമിക്കും. അത് മെറ്റബോളിസത്തെ മന്ദീഭവിപ്പിക്കും. മെറ്റബോളിസം ശരിയായി നടക്കാതിരുന്നാൽ വണ്ണം കുറയുകയല്ല ചെയ്യുക, പകരം കാലക്രമേണ ശരീരഭാരം കുറയ്ക്കുന്നത് ബുദ്ധിമുട്ടാകും. കൂടാതെ ഭക്ഷണം ഒഴിവാക്കുന്നത് അനാരോഗ്യകരമായ ഭക്ഷണങ്ങളോടുള്ള ആസക്തി വർദ്ധിപ്പിക്കും. ഇത് പിന്നീട് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് അത്താഴം ഒഴിവാക്കുന്നതിന് പകരം സമീകൃത ആഹാരം കഴിക്കാനാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ് എന്നിവ അടങ്ങിയ ഭക്ഷണം ഊർജം നിലനിർത്താനും മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കുവാനും സഹായിക്കുന്നു. മാത്രമല്ല, കൃത്യസമയങ്ങളിൽ മുടക്കാതെ ഭക്ഷണം കഴിക്കുന്നത് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുവാനും ശരീരഭാരം കൂടുതൽ ഫലപ്രദമായി നിയന്ത്രിക്കുവാനും സഹായിക്കും. ലഘുഭക്ഷണങ്ങളും നല്ലത്. ഭക്ഷണത്തിനിടയിൽ ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് ശരീരഭാരം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളെ കൂടുതൽ പിന്തുണയ്ക്കുന്നു. പഴങ്ങൾ, നട്ട്സ്, തൈര് തുടങ്ങിയ ലഘുഭക്ഷണങ്ങൾ അമിത കലോറി ഇല്ലാതെ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ നൽകുന്നുണ്ട്. വിശപ്പ് അകറ്റുവാനും പ്രധാന ഭക്ഷണ സമയത്ത് അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള പ്രലോഭനം കുറയ്ക്കുവാനും അവ സഹായിക്കുന്നു. രാത്രി വൈകി ഭക്ഷണം അരുത്. രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ മെറ്റബോളിസത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തും. തിരക്കേറിയ ജീവിതശൈലി കാരണം ഈ ശീലം പലരിലും സാധാരണമാണ്. എന്നിരുന്നാലും ഇത് വിവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. വൈകി ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഭക്ഷണം കാര്യമായി പ്രോസസ് ചെയ്തേക്കില്ല. ശരീരത്തിന്റെ സ്വാഭാവിക സർക്കാഡിയൻ റിതം നിങ്ങളുടെ ശരീരം കലോറികൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ബാധിക്കുന്നു. ഇത് മെറ്റബോളിസത്തെ മന്ദഗതിയിലാക്കുകയും ശരീരഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യും. മെറ്റബോളിസം മെച്ചപ്പെടുത്തുവാൻ വൈകുന്നേരം നേരത്തെ ഭക്ഷണം കഴിക്കുവാൻ ശ്രമിക്കുക. രാത്രിയിൽ വിശപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ കനത്ത ഭക്ഷണത്തിന് പകരം പഴങ്ങളോ പരിപ്പുകളോ പോലുള്ള ലഘുഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. ആരോഗ്യകരമായ ശരീരഭാരം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പോഷകാഹാര വിദഗ്ധനെയോ ഡയറ്റീഷ്യനെയോ സമീപിക്കാവുന്നതാണ്.